നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടക്കുന്നതോടുകൂടി എവിടെയും സ്ഥാനാർത്ഥികളെ വെട്ടിയും ചേർത്തും വോട്ട് പിടിച്ച് അധികാരത്തിൽ വരാനുള്ള തന്ത്രങ്ങളാണ് എല്ലാ പാർട്ടികളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ സ്ഥാനാർത്ഥി നിർണയവും നേതൃമാറ്റങ്ങളും എപ്പോഴും സജീവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കാറുണ്ട്. പ്രത്യേകിച്ച് CPM പോലുള്ള ശക്തമായ സംഘടനാ ശക്തിയുള്ള പാർട്ടികൾ ടൈം പോലുള്ള ആഭ്യന്തര മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ വലിയ ചർച്ചാ വിഷയമായി മാറാനുള്ള സാധ്യതകൾ കേരളത്തിൽ വലുതാണ്. ഇത്തരം നീക്കങ്ങൾ തന്ത്രമാണോ പാളിച്ചയാണോ എന്നത് വിലയിരുത്താൻ രാഷ്ട്രീയ പശ്ചാത്തലവും നിലവിലെ സാമൂഹിക മനോഭാവവും ഒരുമിച്ച് കാണേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ CPM ൽ നിന്നും വിജയിച്ചു കയറിയ KK ശൈലജ ടീച്ചറെ ഇത്തവണ എവിടെയും പരിഗണിക്കാനിടയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് മത്സരിക്കാനുള്ളവരുടെ പേരുകൾ പരിഗണിച്ചത്. ടൈം വ്യവസ്ഥ മറികടന്ന് ധർമ്മടത്ത് പിണറായി വിജയന് മാത്രമാണ് ഇളവ് നൽകാൻ സാധ്യത. ഇതോടെയാണ് KK ശൈലജ ലിസ്റ്റിൽ ഇടം പിടിക്കാതെ വന്നത്. KK ശൈലജയുടെ കാര്യത്തിൽ കൂടി ടൈം വ്യവസ്ഥ മറികടന്ന് തീരുമാനം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. KK ശൈലജ ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ തീരുമാനം അവിടെ നിന്നാണ് വരേണ്ടത്. KK ശൈലജയ്ക്ക് പകരം മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. നേരത്തെ പേരാവൂരടക്കം KK ശൈലജയുടെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഇവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച സക്കീർ ഹുസൈനിന്റെ പേര് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചത്. 3172 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് ഇവിടെ നിന്ന് വിജയിച്ചത്. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ TI മധുസൂദനനെ തന്നെയാണ് പയ്യന്നൂരിൽ ഇത്തവണ ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചത്. മധുസൂദനനെ മാറ്റിയാൽ ഫണ്ട് വിവാദം CPM അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്ന വിലയിരുത്തൽ വന്നതോടെയാണ് അദ്ദേഹത്തെ തന്നെ പരിഗണിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന സെക്രട്ടറി ആയതോടെ മത്സരരംഗത്ത് മാറി നിൽക്കുന്ന MV ഗോവിന്ദന് പകരം തളിപ്പറമ്പിൽ N സുകന്യ, MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള എന്നിവരുടെ പേരുകളും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. അഴീക്കോട് മണ്ഡലത്തിൽ MP നികേഷ് കുമാറിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും KV സുമേഷിന്റെ പേര് തന്നെയാണ് യോഗം മുന്നോട്ട് വെച്ചത്. തലശ്ശേരിയിൽ AN ഷംസീറിന് പകരം കാരായി രാജൻ, കല്യാശ്ശേരിയിൽ V വിജിൻ എന്നിവരുടെ പേരുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ടൈം വ്യവസ്ഥ പോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നേതൃത്വത്തിനെ പുതുക്കലിനും യുവതലമുറയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും സഹായകരമാണ്. കേരളത്തിൽ ദീർഘകാലം അധികാരത്തിൽ തുടരുന്ന നേതാക്കൾക്കെതിരെ ഉയരുന്ന ആന്റി ഇൻകംബൻസി വികാരം ചുരുക്കാൻ പുതുമുഖങ്ങളെ അവതരിപ്പിക്കൽ ഒരു തന്ത്രപരമായ നീക്കമായും വിലയിരുത്താം. സംഘടനാപരമായ അനുസരണയും ശാസനയും ശക്തിപ്പെടുത്താൻ ഇത്തരം മാനദണ്ഡങ്ങൾ സഹായകരവുമാണ്. വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിന് പകരം പാർട്ടി പ്രാധാന്യമുള്ള മാതൃക നിലനിർത്തുക എന്ന ആശയവും ഇതിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. എന്നാൽ അതിലും ഇളവുകൾ വേണ്ടവർ തരം തിരിച്ച് മുന്നോട്ട് കടത്തിവിടുമ്പോൾ ശൈലജ ടീച്ചറിനെ പോലെ കേരളം ആവശ്യപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മാറ്റി നിർത്തുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വീണ്ടും ചോദ്യമുനയിൽ നിർത്തുകയാണ്. ശൈലജ ടീച്ചറും അച്യുതാനന്ദനും ഒക്കെ കേവലം വോട്ട് ബാങ്ക് മാത്രമായിരുന്നോ പിണറായിക്ക് എന്ന ചോദ്യം ഇവിടെ വീണ്ടും ഉയരുകയാണ്. പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത നേടിയ നേതാക്കളെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുമ്പോൾ അത് പ്രവർത്തകരുടെ മനോഭാവത്തെയും വോട്ടർമാരുടെ വികാരങ്ങളെയും ബാധിക്കും. ജനങ്ങൾ നേരിട്ട് ബന്ധം സ്ഥാപിച്ച നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ ഇല്ലാതാകുമ്പോൾ പാർട്ടി ആശയങ്ങളെക്കാൾ വ്യക്തിത്വങ്ങളെ ആശ്രയിക്കുന്ന വോട്ടർമാർ അകന്നു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ സംഘടനാ നിബന്ധനയും ജനമനസ്സും തമ്മിലുള്ള സമതുലിതാവസ്ഥ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം അവസരങ്ങളിൽ അനിവാര്യമാണ്. രാഷ്ട്രീയ തന്ത്രം വിജയകരമാകുന്നത് രണ്ടു വഴികളിലാണ്. ഒന്ന്, അത് സംഘടനാപരമായി ഏകോപിതവും വ്യക്തമായ സന്ദേശവും നൽകണം. രണ്ട്, അത് വോട്ടർമാരുടെ പ്രതീക്ഷകളോട് പൊരുത്തപ്പെടുന്നതായിരിക്കണം. പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നത് മാറ്റത്തിനുള്ള താല്പര്യം സൂചിപ്പിക്കാം. എന്നാൽ അതിനു പുറമെ അനുഭവ സമ്പത്ത്, ഭരണ പരിചയം, പൊതു സ്വീകാര്യത എന്നിവ നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അവർ നയങ്ങളും പ്രകടനവും വിലയിരുത്തിയാണ് വിധി എഴുതുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി മാറ്റങ്ങൾ ഒരു തന്ത്രമാണെങ്കിൽ അത് വ്യക്തമായ രാഷ്ട്രീയ ദിശയോടും വിശ്വാസ്യതയോടും കൂടിയായിരിക്കണം. അല്ലാത്ത പക്ഷം അത് സംഘടനയ്ക്കുള്ളിലെ ആശയക്കുഴപ്പമോ പൊതുജനങ്ങളിലേക്കുള്ള തെറ്റായ സന്ദേശമോ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം നീക്കങ്ങൾ തന്ത്രമോ പാളിച്ചയോ എന്നത് തീരുമാനിക്കുന്നത് കാലവും ജനവിധിയും മാത്രമാണ്. സംഘടനയുടെ പുതുക്കലും ജനതാൽപര്യവും തമ്മിലുള്ള ശരിയായ ബാലൻസ് കണ്ടെത്താനായാൽ അത് ദീർഘകാല രാഷ്ട്രീയ നേട്ടമായി മാറും. അല്ലെങ്കിൽ അത് തിരിച്ചടിക്കുള്ള ആയുധമായി മാറും.